എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കാം സാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കാം, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് a line AB. Draw the projections of a line AB 100 mm long, inclined at 30 degree, 30 degree to HP and 45 degree to VP and 45 degree to VP. A line AB എന്ന് പറയുന്നത് 100 mm long ആണ്. അത് inclined to HP inclined 30 degree, VP inclined 45 degree ആണ്. The point A, the end point A of the line, is 50 mm below HP, 50 mm below HP and 25 mm behind VP. Mark the angle made by the line with XY line. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 100 mm ആണ്. 100 mm ആണ് ആ ലൈനിന്റെ നീളം. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ HP മായിട്ട് മേക്ക് ചെയ്യുന്നത് 30 ഡിഗ്രി, VP മായിട്ട് മേക്ക് ചെയ്യുന്നത് 45 ഡിഗ്രിയുമാണ്. അതിന്റെ ഒരു എൻഡ് പോയിന്റ് എ എന്ന് പറയുന്ന എൻഡ് പോയിന്റ് 50 mm ബിലോ HP യും 25 mm ബിഹൈൻഡ് VP യുമാണ്. ഇത് ഏത് ക്വാഡ്രന്റിന്റെ കേസാണ്? ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? തേർഡ് ക്വാഡ്രന്റ്. എങ്ങനെ മനസ്സിലായി? പോയിന്റ് എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെ? പോയിന്റ് എ എന്ന് പറയുന്നത് എവിടാണെന്നത് ബിലോ HP യും പിന്നെ ബിഹൈൻഡ് VP യുമാണ്. ബിലോ HP behind VP ആണ്. ഇത് HP, ഇത് VP. ബിലോ HP എന്ന് പറയുന്നത് HP ക്ക് താഴെ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് VP ആണെങ്കിൽ ഈ VP ക്ക് ബാക്ക് ആണ്. അപ്പൊ ഈ ഒരു തേർഡ് ക്വാഡ്രന്റിലാണ് ഇത് വരുന്നത്, അല്ലെ? അപ്പൊ ടോപ്പ് വ്യൂ എവിടെ വരും, ഫ്രണ്ട് വ്യൂ എവിടെ വരും? XY ലൈൻ വരയ്ക്കുകയാണെങ്കിൽ XY ലൈനിന്റെ എവിടായിട്ടാണ് ടോപ്പ് വ്യൂ, എവിടായിട്ടാണ് ഫ്രണ്ട് വ്യൂ വരുന്നത്? ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ എവിടെ വരും? ടോപ്പ് വ്യൂ എവിടെയാണ് വരുന്നത്, ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരുന്നത്? ടോപ്പ് വ്യൂ മോളിൽ വരും. ടോപ്പ് വ്യൂ XY ലൈനിന് മുകളിലും ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെ വരും, അല്ലെ? നമ്മൾ നേരത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസിനെല്ലാം ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? XY ലൈനിന് താഴെ, ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? XY ലൈനിന് മേളിലായിട്ടായിരുന്നു വരുന്നത്, ആണല്ലോ. അപ്പം നമുക്ക് ഈ പോയിന്റ് എ മാർക്ക് ചെയ്യാമല്ലോ. പോയിന്റ് എ എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഏത് പോയിന്റാണ് മേളിലായിട്ട് വരുന്നത്? A' ആണോ A ആണോ വരുന്നത്?
എ എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? ബിഹൈൻഡ് ബി പി. ഈ ബി പിക്ക് ഇതല്ലേ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി പോകുന്നത്. അപ്പം എച്ച് പിയിൽ നിന്ന് എവിടേക്ക് മാറി? ഈ വരുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ മോളിലേക്ക് പോകുന്നത് അല്ലെ? എച്ച് പിയിലുള്ള പോയിന്റ് ആണ് നമുക്ക് എവിടേക്ക് വരുന്നത്? മോൾ എച്ച് വൈയിലേക്ക് മോളിലായിട്ട് വരുന്നത്. അതെത്രയാണ് മാർക്ക് ചെയ്യുന്നത്? 25 mm. 25 mm കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എ മാർക്ക് ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ 25 കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നു. അതുപോലെ എന്താണ് 50 mm. 50 mm എന്ന് പറയുന്ന എ ഡാഷ്. എ ഡാഷ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യുന്നു? എച്ച് വൈയിലേക്ക് താഴെയായിട്ട് 50 mm നമ്മൾ മാർക്ക് ചെയ്യുന്നു. എ ഡാഷ്. അപ്പൊ എ ഡാഷും കിട്ടിയല്ലോ. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം എയിലൂടെയുള്ള ലോക്കസ് വരയ്ക്കാം, എ ഡാഷിലൂടെയുള്ള ലോക്കസും വരയ്ക്കാം. ലോക്കസ് ഓഫ് എ ഡാഷ്, ലോക്കസ് ഓഫ് എ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആംഗിളും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലൈനും തന്നിട്ടുണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ടു എച്ച് പി. 30 ഡിഗ്രി ടു എച്ച് പി എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ എവിടെ വരയ്ക്കേണ്ടത്? 30 ഡിഗ്രി ടു എച്ച് പി. ഈ പറയുന്ന ഫ്രണ്ട് വ്യൂലാണോ ടോപ്പ് വ്യൂലാണോ വരയ്ക്കുന്നത്? എക്സ് വൈയിലേക്ക് മുകളിലാണോ താഴെയാണോ വരയ്ക്കുന്നത്? താഴെ. അപ്പൊ എ ഡാഷിൽ നിന്ന് ഒരു 30 ഡിഗ്രി എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? 30 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കാം. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 100 mm ആണ് ലെങ്ത് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 100 mm എടുക്കുക. എവിടെയാണോ 100 mm തീരുന്നത് അതാണ് നമ്മുടെ B1 ഡാഷ്. അതുവഴി എന്താണ്? ലോക്കസ് വരും. ഇതാണ് ലോക്കസ് ബി ഡാഷ്. സെയിം വേ 45 ഡിഗ്രി ടു ബി പി. 45 ഡിഗ്രി ടു ബി പി എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വ്യൂവിലുള്ള ലൈനാണ്. അപ്പം ടോപ്പ് വ്യൂവിൽ എടുക്കുക 45 എടുത്തിട്ട് 100 ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. അത് തീർന്ന പോയിന്റ് ഏതാണോ അതാണ് നമ്മുടെ B1. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? ലോക്കസ് വരയ്ക്കാം. ലോക്കസ് ഓഫ് ബി ബി. ഇനി എന്താ ചെയ്യേണ്ടത്? ലോക്കസ് ഓഫ് എ കിട്ടി, ലോക്കസ് ഓഫ് ബി കിട്ടി, ലോക്കസ് ഓഫ് എ ഡാഷും കിട്ടി, ലോക്കസ് ഓഫ് ബിയും കിട്ടി. ഇതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? ഓക്കെ. എ ബി വണ്ണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? പ്രൊജക്ഷൻ ലൈൻ. പ്രൊജക്ഷൻ ലൈൻ എവിടേക്ക് വരയ്ക്കാം? ലോക്കസ് ഓഫ് എ ഡാഷിലേക്ക് വരയ്ക്കാം അല്ലെ? ബി വണ്ണിൽ നിന്ന് ഈ ബി വണ്ണിൽ നിന്ന് തിൻ ലൈൻസ് എവിടേക്ക് വരയ്ക്കാം? ലോക്കസ് ഓഫ് ബിയിലേക്ക്, സ്ട്രെയിറ്റ് ലൈൻസ്. അതിനുശേഷം കോമ്പസിന്റെ നീതി എ ഡാഷിൽ വെച്ചിട്ട് ഈ പറയുന്ന പോയിന്റിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബി ആയിരിക്കും. ഈ മീറ്റ് ചെയ്യുന്ന ലോക്കസ് എ ഡാഷിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബി ഡാഷ്. അപ്പം പെൻസിൽ, കോമ്പസിന്റെ പെൻസിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർക്ക് കട്ട് ചെയ്യുന്നു. അത് ലോക്കസ് ഓഫ് ബിയിൽ മീറ്റ് ചെയ്യുന്ന ഏത് പോയിന്റ് ആണോ, ബി ഡാഷിൽ മീറ്റ് ചെയ്യുന്ന ഏത് പോയിന്റ് ആണോ അതാണ് നമ്മുടെ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. എന്നിട്ട് എന്ത് ചെയ്യാം? എ ഡാഷിൽ നിന്ന് ബി ഡാഷിലേക്ക് വരയ്ക്കാം, ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ ലൈൻ അതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ബി ഡാഷിൽ B1 ഡാഷിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ നമ്മളുണ്ട് ലോക്കസ് ഓഫ് എയിലേക്ക് വരയ്ക്കാം. ലോക്കസ് ഓഫ് എയിലേക്ക് വരയ്ക്കുക. അതിനുശേഷം എന്താണ്? എയിൽ പ്ലേസ് ചെയ്തിട്ട് കോമ്പസിന്റെ രീതിയിൽ എയിൽ പ്ലേസ് ചെയ്തിട്ട് അടുത്ത ഇത് ബി ആണല്ലോ, പെൻസില്, കോമ്പസിന്റെ പെൻസില് ബിയിൽ പ്ലേസ് ചെയ്യുക, ആർക്ക് വെക്കുക എവിടെ? ലോക്കസ് ഓഫ് ബി. അതിനുശേഷം എന്താണ്? ഈ പറയുന്ന എയിൽ നിന്ന് ആ പോയിന്റിലേക്ക് നിന്നാണ് നമ്മള് ലൈൻ വരയ്ക്കുക. അതാണ് എ ബി, ടോപ്പ് വ്യൂ ലൈൻ. നമുക്ക് ഇത്രയും കിട്ടിയല്ലോ. പ്രൊജക്ഷൻസ് എല്ലാം കിട്ടിയോ?
കിട്ടിയോ? കിട്ടിയോ? എ ബിയും എ ഡാഷ് ബി ഡാഷും കിട്ടിയോ? ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമുക്ക് കിട്ടണം. അതിനുശേഷം ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളും അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളും നമ്മൾ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളും ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളും നമ്മൾ വരയ്ക്കാം. ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ബീറ്റയും ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആൽഫയും. അത് രണ്ടും മെഷർ ചെയ്യുക. എത്രയാണ് ആംഗിൾ വരുന്നത് നോക്കുക. പിന്നെ ടോപ്പ് വ്യൂവിന്റെയും ഫ്രണ്ട് വ്യൂവിന്റെയും ലെങ്ത് എടുക്കുക. ഓൾറെഡി ട്രൂ ലെങ്ത് നമുക്കറിയാം 100 mm ആണെന്ന്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എടുത്തില്ല. പിന്നെ തീറ്റയും ഫൈവ് നമുക്കറിയാം. തീറ്റ 30 ഡിഗ്രി, ഫൈ 45 ഡിഗ്രിയുമാണ്. ബാക്കി വരുന്ന ഈ പറയുന്ന ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ആൽഫ, ബീറ്റ. അതില് ആൽഫയും ബീറ്റയും എടുത്തെഴുതാൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന് സെപ്പറേറ്റ് മാർക്ക് ഉള്ളത്. മാർക്ക് ആംഗിൾസ് മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് XY എന്ന് പറയുന്നുണ്ട്. XY ലൈൻ. അപ്പം ഈ പറയുന്ന ആൽഫയും ബീറ്റയും നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ആൽഫയും ബീറ്റയും എത്ര വരുമെന്ന് നോക്കുക. ബീറ്റ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 45-നേക്കാളും കൂടുതലാണ് വേണ്ടത്. ഒരു 55ഓളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബീറ്റ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആൽഫ നമുക്ക് 30 ഡിഗ്രിയാണ്. അപ്പൊ 30 ഡിഗ്രിയേക്കാളും കൂടുതലാണ് ആൽഫ വരുന്നത്. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത്. അപ്പം ആ 45 ആയിരിക്കും ആൽഫ. 45, 44, 46 ആ റേഞ്ച് വരും. എക്സാക്ട് ആണെങ്കിൽ നിങ്ങളുടെ ഫിഗർ ഏറ്റവും നല്ല രീതിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 45ഉം പിന്നെ ബീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 55. കിട്ടിയോ? 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 ആർക്ക് കിട്ടിയില്ലേ? ഓക്കെ, മനസ്സിലായോ? ആർക്കെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു ടൈപ്പില് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും പോയിന്റില് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണിത്. ക്വാഡ്രന്റ് മാറ്റുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് മാറി തേർഡ് ക്വാഡ്രന്റിന്റെയും സെക്കൻഡ് ക്വാഡ്രന്റിന്റെയും ചോദ്യം വരാം. അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വാഡ്രന്റിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചോദിച്ചിട്ടുള്ള 2016 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ? ഓക്കെ, അടുത്തൊരു ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിനില് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ XY ലൈനില് ഒന്നെങ്കിൽ SBയിലോ അല്ലെങ്കിൽ VPയിലോ ലൈൻ എന്ത് ചെയ്യാം? ടച്ച് ചെയ്യുന്ന ഒരു കേസാണ് അടുത്ത് വരുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഇല്ല, എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ എൻഡ് A of a line AB
80 of length 80 mm of length 80 mm 80 mm is in the HP is in the HP is in the HP in the HP and 20 mm in front of VP 20 mm in front of VP. If the line is inclined, if the line is inclined, 45 degree to HP, 45 degree to HP, 45 degree to HP, and 30 degree to VP, 30 degree to VP, 30 degree to VP. Draw the projection of straight line AB. Draw the projection of straight line AB and measure their inclination with angles measure ചെയ്യാനാണ് പറയുന്നത്. Measure the inclination with XY line. Inclination with XY line. ഇവിടെ വ്യത്യാസം എന്താണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP-യിലുള്ള ലെങ്ത് നമുക്ക് തരത്തില്ല. ലെങ്തിന് പകരം എന്താ പറയുന്നത്, അത് XY ലൈനിൽ മീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. XY ലൈനിലായിരിക്കും അത്, അല്ലെങ്കിൽ HP-യിലായിരിക്കും, അല്ലെങ്കിൽ VP-യിലായിരിക്കും എന്ന് പറയും. അപ്പം എവിടോട്ടാണ് ആ ലൈൻ വരുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ ആണോ? അപ്പം ഈ കേസിലെല്ലാം പറഞ്ഞിരിക്കുന്നത് AB എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. AB എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. ആ ലൈൻ എന്ന് പറയുന്നത് HP-മായിട്ട് 45 ഡിഗ്രി, VP-മായിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. 30 ഡിഗ്രി VP-മായിട്ട് 45 ഡിഗ്രി HP-മായിട്ട്. ഏത് പറയുന്ന AB-യിലെ ഏത് പറയുന്ന പോയിന്റ് HP-യിലാണ്. HP-യിലാണെന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ XY ലൈനിന് മുകളിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറയുമ്പോൾ XY ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് HP-യില് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 0 mm ആണ്. എന്ന് പറയുമ്പോൾ XY ലൈനിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. XY ലൈനിലായിരിക്കും A ഡാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ A ഡാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് XY ലൈനിലായിരിക്കും. പിന്നെ VP തന്നിട്ടുണ്ട്. അപ്പൊ VP-യുടെ ഡിസ്റ്റൻസ് എത്രയാണോ എഴുതിയിട്ട് അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? A സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ച് A എന്ന് പറയുന്ന പോയിന്റ് HP-യിൽ 20 mm ഇൻ VP ആണെങ്കിൽ HP-യില് ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. VP-യില് ഇൻ VP ആണെങ്കിൽ A ഡാഷ് പറയുന്നത് പറയുമ്പോൾ XY ലൈൻ വാല്യൂ ആണെങ്കിൽ XY ലൈനിന്റെ A ഡാഷിന്റെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടും A എന്ന് പറയുന്നത് XY ലൈനിൽ നിന്നുമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. A ഡാഷ് എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടായിരിക്കും. അതുപോലെ A എന്ന് പറയുന്നത് XY ലൈനിലായിരിക്കും. മനസ്സിലായോ? ഈ രണ്ട് കേസ് മനസ്സിലായോ? ടച്ചിങ് ദ പ്ലെയിൻ എന്നാണ് പറയുന്നത് ഈ കേസിന്. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ആദ്യം XY ലൈൻ നമ്മൾ മാർക്കില്ല. മാർക്ക് ചെയ്തിട്ട് തന്നേക്കുന്ന പോയിന്റ് A ആണ് തന്നേക്കുന്നത്. അപ്പൊ A ഈസ് ഇൻ HP എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ HP-യിലാണെങ്കിൽ ഏത് പറയുന്നത് HP-യിലാണെങ്കിൽ എവിടാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എയുടെ ഫ്രണ്ട് വ്യൂ എവിടായിരിക്കും? ഈ പറയുന്ന HP-യിലായിരിക്കും. A ഡാഷ് നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്തു. XY ലൈനില് A ഡാഷ് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റിലായിരിക്കും A ഡാഷ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ പറയുന്നത്? A എന്ന് പറയുന്ന പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് VP
20 mm ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് പറയുന്നത് എന്താണ്? ബി പിക്ക് മുന്നിലായി. ബി പിക്ക് മുന്നിലായിട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഇവിടെ H5 താഴെ, ഫ്രണ്ട് വ്യൂ H5 മേലെ. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റാണ്. അപ്പൊ 20 mm നമ്മൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വരയ്ക്കുന്നു. അതിനുശേഷം പോയിന്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പം അത്രയും ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു 20 mm. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ലൈനിന്റെ ലെങ്തും തന്നിട്ടുണ്ട്, ആംഗിൾസും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ് ചെയ്യാം? ഇപ്പം 45 ഡിഗ്രി ടു HP മായിട്ട്, ഇത് HP ആണെങ്കിൽ നമ്മുടെ ഫ്ലോർ HP ആണെങ്കിൽ HP മായിട്ട് 40 ഡിഗ്രി. അപ്പം ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ വരയ്ക്കുന്നു. എവിടെയാണോ 80 ചെയ്യുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? B1 ഡാഷ് B1 ഡാഷ്. അപ്പൊ A ഡാഷിന്റെ ലോക്കസ് എന്ന് പറയുന്നത് H5 ആയിരിക്കും A ഡാഷിന്റെ ലോക്കസ് എന്ന് പറയുന്നു. ഇനി എയുടെ ലോക്കസ് എന്ന് പറയുന്നു നമ്മൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. അവിടെയാണ് ലോക്കസ് ഓഫ് എ. ഇനി B1 ഡാഷിന്റെ ലോക്കസ്, ഈ B1 എന്ന് ഡാഷ് പറയുന്ന പോയിന്റിലൂടെ നമ്മൾ ലോക്കസ് വരയ്ക്കുമ്പോഴാണ് എവിടെ B1 അല്ലെങ്കിൽ B ഡാഷിന്റെ ലോക്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് വരയ്ക്കാനുള്ളത്? 30 ഡിഗ്രി ടു BP. 30 ഡിഗ്രി ടു BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ആണല്ലോ വരുന്നത്. അപ്പൊ ടോപ്പ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആംഗിൾ 30 എടുക്കുന്നു. 30ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ വരയ്ക്കുന്നത്. എവിടാണോ 80 തീരുന്നത് ആ പോയിന്റ് ആണ് നമ്മുടെ B1. എന്നിട്ട് എന്താണ്? ആ പോയിന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോക്കസ് വരയ്ക്കണം. അതാണ് ലോക്കസ് ഓഫ് B. ഇത്ര ഓക്കെ അല്ലേ? നേരത്തെ ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷം എന്താണ്? B1 ൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ എവിടെ? ലോക്കസ് ഓഫ് എയിലേക്കും അതുപോലെ തന്നെ B1 ൽ നിന്ന് A ഡാഷിന്റെ ലോക്കസിലേക്ക്. A ഡാഷിന്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ H5 ലൈനിലേക്ക്. H5 ലൈനിലേക്കാണ് ഞാൻ ലോക്കസ് വെച്ചത്. അതിനുശേഷം H5 ലൈനിൽ നിൽക്കുന്ന ആ പോയിന്റിനെ B ഡാഷ് എന്നും ഇവിടെ ലോക്കസ് ഓഫ് എയിൽ മീറ്റ് ചെയ്ത പോയിന്റിനെ B എന്നും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിനുശേഷം കോമ്പസ് എടുക്കുക. ഏത് കോമ്പസിന്റെ ബിയിൽ വെക്കുക, പെൻസിൽ ബിയിൽ വെക്കുക, ആർക്ക് കട്ട് ചെയ്യുക. എവിടെ? ലോക്കസ് ഓഫ് ബിയിൽ. എവിടാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും B എന്ന് പറയുന്നത്. അവിടെ എന്തിനാ? എയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സെയിം A ഡാഷിൽ നിന്ന് A ഡാഷിന്റെ കോമ്പസിന്റെ ബിയിൽ വെക്കുക, B ഡാഷിൽ പെൻസിൽ വെക്കുക, മാർക്ക് കട്ട് ചെയ്യുക. B1 ഡാഷ് B ഡാഷിന്റെ ലോക്കസ് എവിടാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും എന്ന് പറയുന്നത് B ഡാഷ് എന്ന് പറയുക. പിന്നെ A ഡാഷിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആംഗിൾസ് നമ്മളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മെഷർ ദ ഇൻക്ലിനേഷൻ. അപ്പം ഇവിടെ വരുന്ന ഏതാണ്? ആൽഫ. ഇവിടെ വരുന്ന ടോപ്പ് വ്യൂ ആയിട്ട് മീറ്റ് ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ലൈൻ അറിയുന്ന ആംഗിൾസ് നമ്മൾ മാർക്ക് ചെയ്യാം. ആൽഫയും ബീറ്റയും മെഷർ ചെയ്യാം. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത്, ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്, ആൽഫ, ബീറ്റ. ഇത്രയാണ് നമുക്ക് എഴുതേണ്ടത്. എത്ര കിട്ടും നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ.